എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷമായി തന്നെ ഇരിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റൊരു അനുഗ്രഹീതമായ ദിവസം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുകയാണ്. ഈ ദിവസത്തിൽ ദൈവം നിർമ്മിച്ച ദിവസമായതുകൊണ്ട് നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാൻ വകയുണ്ട്. കാരണം ദൈവം നിർമ്മിച്ച ഓരോ ദിവസവും ദൈവത്തിന്റെ മക്കൾക്ക് ആനന്ദിപ്പാൻ ദൈവം അവസരമൊരുക്കിയിട്ടുണ്ട്. സ്തോത്രം. വിഷാദങ്ങളാലും ദുഃഖങ്ങളാലും ഞെരുക്കങ്ങളാലും ഉടഞ്ഞ് തകർന്ന മനസ്സോടെ ഇരിക്കുവാനല്ല ദൈവം നമുക്ക് വേണ്ടി ഓരോ ദിനവും നൽകുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തി സന്തോഷിച്ച് ദൈവ നന്മകളെ വർണ്ണിച്ച് ആനന്ദിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതിന് ദൈവം അവസരങ്ങളും ഒരുക്കി തരും. കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്ന അത്ഭുത പ്രവൃത്തികൾ ദൈവം ചെയ്യും. നാവ് തോരാതെ നിങ്ങൾക്ക് ദൈവത്തെ വർണ്ണിക്കുവാനുള്ള അവസരവും തരും. ദൈവത്തിൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി ഉള്ള കാര്യമാണ്. തന്നിൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് തമ്പുരാൻ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ മുഖം കർത്താവിലേക്ക് തിരിക്കുക, കർത്താവിൽ തന്നെ ആശ്രയിക്കുക. നിങ്ങളുടെ ജീവിതം അനുഗ്രഹവും ധന്യപൂർണവുമായി തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നലെ രാത്രിയിലെ കുടുംബ പ്രാർത്ഥനയിൽ ഒരു വചനഭാഗം വായിച്ചു. അപ്പോൾ അതിനകത്ത് ഒരു ഭാഗം പറയുവാനിടയായി തീർന്നു. അതിനോടൊപ്പം തന്നെ മറ്റൊരു ചിന്തയിൽ കൂടെ ആ സമയത്ത് വന്നു. അത് അന്നേരം എനിക്ക് പറയാൻ സാധിച്ചില്ല. കാരണം എനിക്കത് മറഞ്ഞുപോയി, സംസാരിക്കുവാൻ കഴിയാതുകൊണ്ട് അതിൻ്റെ ഓർമ്മയിൽ നിന്ന് വിട്ടുപോയി. അത് ഈ പകല് എൻ്റെ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വന്നതുകൊണ്ട് ഞാനത് വീണ്ടും പറയുവാനും അതിനുശേഷം പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുകയാണ്. അതിന് പശ്ചാത്തലം ഇതായിരുന്നു. നമ്മുടെ യെരുശലേമിലെ ആട്ടുവാതിക്കൽ ബെഥേസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളുണ്ടായിരുന്നു. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തു കിടന്നു. വലിയൊരു കൂട്ടം ജനം ഇളക്കം കാത്തു കിടന്നു. അതാണ് പശ്ചാത്തലം. അവിടെ ഒരു 38 വർഷമായി തളർന്നു കിടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ വിടുതലിനെ പറ്റിയുള്ള ഒരു ഭാഗമാണ് സ്തോത്രം ആ ഭാഗത്ത് പറയുന്നത്. അതിനകത്തുനിന്ന് ദൈവത്തിന്റെ ആത്മാവ് തന്ന, ഇന്നലെ രാത്രി തന്നല്ല, മറ്റൊരു ചിന്ത. ഇന്നലെ രാത്രി ആ ഭാഗം പറയുവാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞുപോയി. ഇപ്പോൾ രാവിലെ അത് വീണ്ടും എന്നെ ഒന്ന് ഓർമ്മയിലേക്ക് വന്നതുകൊണ്ട് വളരെ വേഗത്തിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണത്. ആ പക്ഷപാതക്കാരൻ പറയുന്നുണ്ട്, എനിക്ക് ആരുമില്ല. കർത്താവ് ചോദിക്കുന്നുണ്ട്, നിനക്ക് മനസ്സുണ്ടോ സുഖമാണ്? എനിക്ക് ആരുമില്ല. ഈ കുളത്തിന്റെ കലക്കൽ ഉണ്ടാകുമ്പോൾ അതിനകത്തോട്ടൊന്ന് ഇറക്കി എനിക്ക് സൗഖ്യം തരുവാൻ കഴിയുന്ന ആരുമില്ല എന്ന് പറഞ്ഞു. കർത്താവ് സ്തോത്രം അവൻ അത് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് കർത്താവ് അടുത്ത് അവനോട് പറയുന്നത് എന്നാന്നറിയോ? എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ഉടനെ ക്ഷണത്തിൽ സംഭവിച്ചു. യേശു കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞ ക്ഷണത്തിൽ ആ മകൻ സൗഖ്യമാകുവാനിടയായി തീർന്നു. 38 വർഷമായി കിടക്കുന്ന മനുഷ്യൻ ഒരൊറ്റ വാക്കിൽ സൗഖ്യമാകുകയാണ്. എന്നാൽ ഈ 38 വർഷം ഈ മനുഷ്യൻ കണ്ട കാഴ്ച എന്നാണെന്നറിയോ? ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്ത് സൗഖ്യമാകുന്നവരെ കണ്ട്, ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്തു, പരസഹായം കൊണ്ടും പ്രയത്നങ്ങൾ കൊണ്ടും സൗഖ്യം പ്രാപിക്കുന്നവരെ കണ്ട്, ഒരു കർമ്മം നിർവഹിക്കുന്നതിലൂടെയൊക്കെ വിടുതൽ കാണുന്നവരെ കാണുന്നത്. കാരണം കുളം കലങ്ങുന്ന ഒരു പ്രവൃത്തി നടക്കുക. അപ്പൊ അത് നടക്കുമ്പോൾ അത് അവിടുത്തെ ഒരു കർമ്മമാണ്, ഒരു ആചാരമാണ്. ആ നടക്കുന്ന സമയത്ത്, അല്ലാത്തപ്പോ ഇല്ല, ആ ആചാര സമയത്ത് മാത്രം. ചിലർ പറയത്തില്ലേ, നേർച്ചയ്ക്ക് പെരുന്നാളിന് ഉരുണ്ട് വഴിപാട് നേർന്നാൽ ഉരുണ്ട് കഴിയുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവും. ചിലര് പെരുന്നാളിന് നീന്ത് നേർച്ച, അങ്ങനെ വ്യത്യസ്തമായ നിലയിൽ ഓരോരുത്തരും ഓരോ കർമ്മങ്ങൾ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അത് ചെയ്ത് അവർ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾക്ക് വിടുതൽ കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ പലരും അത് പോപ്പുലർ ആകുന്നു, വളരെ പ്രശസ്തമാകുന്നു, പ്രശംസനീയമാകുന്നു. ലോകത്തോട് വിളിച്ചു പറയുന്നു, ഇങ്ങനെ ഞാൻ അവിടെ ചെയ്താണ് എനിക്ക് കിട്ടിയതെന്നൊക്കെ പറയുന്നു. അങ്ങനെ തന്നെയാണ് ഇവിടെയും ഒരു പ്രവൃത്തി. ഈ കലങ്ങുന്ന സമയത്തെടുത്ത് ചാടണം, അന്നാ സൗഖ്യം കിട്ടും. അപ്പൊ അത് എല്ലാവർക്കും കിട്ടുന്ന സാധനമല്ല, എല്ലാവർക്കും എപ്പോഴും കിട്ടുന്നതല്ല, അപൂർവമായി മാത്രം. അവിടെ ഒരു വെള്ളം കലങ്ങണം, ദൂതൻ ഇറങ്ങണം, വെള്ളം കലങ്ങണം, അങ്ങനെ ഒരു കർമ്മം അവിടെ നടക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പെരുന്നാൾ നടക്കണം, അല്ല ഒരു നോയമ്പ് കാലം നടക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ നേർന്ന് കഴിയുമ്പോൾ ആ നേർച്ചയുടെ പരിണിത ഫലമായിട്ട് സൗഖ്യം കിട്ടുക. അങ്ങനെയാണ് ഇവിടെയും. അത് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കർമ്മം നടക്കുമ്പോൾ, ഈ ഒരു കലക്കം ഉണ്ടാകുമ്പോൾ അതിനകത്ത് തക്ക സമയത്ത് ചാടിയാൽ മാത്രം കിട്ടും. അല്ലാത്തപ്പോൾ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അത് കിട്ടുന്നില്ല. കുറച്ചു പേർക്ക് മാത്രം കിട്ടുന്ന ഒരനുഭവമായി അത് മാറി. സ്വതന്ത്രം. അപ്പോൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, പ്രയത്നമുണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് എങ്ങനെയും ഊന്തി വലിച്ച് അതിനകത്ത് ഇറങ്ങണം. അങ്ങനെ ഒരു പ്രയത്നം നടക്കണം. അങ്ങനെ ഉണ്ടെങ്കിലേ അത് നടക്കുകയുള്ളൂ. ആ ആചാരം അല്ലെങ്കിൽ ആ പാരമ്പര്യം അവിടെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 38 വർഷമായി ഈ പാരമ്പര്യം ആ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുക. അല്ലേ? നിങ്ങളിൽ പലരും അങ്ങനെ
പല നേർച്ച കാഴ്ചകൾക്കും പല പുണ്യയാത്രകൾക്കും സൗഖ്യത്തിനു വേണ്ടി പല പ്രയത്നങ്ങളും നടത്തുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നിട്ടൊക്കെ വിടുതൽ പ്രാപിച്ച ചുരുക്കം ആൾക്കാരെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ബാക്കി ആൾക്കാർ ഇപ്പോഴും ആ പ്രയത്നങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വിടുതലും അതിനകത്ത് കാണുന്നില്ല. എന്നാൽ ഇന്ന് സകല പ്രയത്നങ്ങളും നിർത്തുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരുവൻ അരികിൽ വന്നിട്ട് ചോദിക്കുക, നിനക്ക് മനസ്സുണ്ടോ? ഒരു പ്രയത്നവും വേണ്ട. നിനക്ക് മനസ്സുണ്ടോ സുഖപ്പെടുവാൻ? ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നേർച്ച കാഴ്ചകൾ വേണ്ട, ആചാരാനുഷ്ഠാനങ്ങൾ വേണ്ട, കർമ്മങ്ങൾ വേണ്ട, ഒരു പുണ്യകർമ്മ തീർത്ഥ യാത്ര പ്രവർത്തനങ്ങൾ ഒന്നും വേണ്ട. സ്തോത്രം. ഏതെങ്കിലും ഒരു സീസൺ നോക്കിയിരിക്കേണ്ട. കലങ്ങുന്നൊരു സീസൺ, അല്ലെങ്കിൽ ഒരു നൊയമ്പ് സീസൺ, അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ സീസൺ ഒന്നും വേണ്ട എന്റെ പ്രിയമുള്ളവരെ. ഒരു ഉപവാസ പ്രാർത്ഥനയുടെ കാലം, ഇതൊന്നും വേണ്ട. നിന്റെ വിടുതല് ഇന്ന് മനസ്സുണ്ടോ? ചോദിക്കുക, എന്നെ സഹായിപ്പാൻ ആരുമില്ല. നിന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ, എനിക്ക് സഹായകം ആരുമില്ല, എന്റെ സഹായക ഞാൻ നിന്നോട് പറയുന്നു. അപ്പോൾ നിനക്കാരും സഹായിപ്പാനില്ലായിരിക്കുമ്പോൾ നിന്റെ സഹായകൻ സ്വർഗം തുറന്നിറങ്ങി വന്നവൻ, അതെ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. സഹായിപ്പാൻ ആളുള്ളപ്പോഴല്ല, ആരുമില്ലാതെ നീ ഏകനായിരിക്കുമ്പോൾ നീ സമ്മതിച്ചു, ഇനി എനിക്ക് സഹായിപ്പാൻ ആരുമില്ല, രക്ഷിപ്പാൻ ആരുമില്ല. രക്ഷകൻ പറയുക, രക്ഷിക്കാമെന്ന് പറയുകയല്ല, രക്ഷിക്കുക. വിടുവിക്കാന്ന് പറയല്ല, വിടുവിക്കുക. പരിഹരിക്കാന്ന് പറയല്ല, പരിഹരിക്കുക. അതാ സംഭവിച്ചത്. ആരുമില്ല എന്ന് പറഞ്ഞു. അടുത്തത് പറയാണ്, നിന്റെ കിടക്ക എടുത്ത് നടന്നു. നിന്റെ പ്രശ്നം, നീ ആ കിടന്ന അനുഭവമല്ലേ, ഇനി നീ ആ കിടക്കുകയല്ല, എഴുന്നേറ്റ് നടക്ക എന്ന് പറയുകയാണ്. അവിടെ ഞാൻ പറയാൻ വന്നത്, ഒരു പ്രവൃത്തി ആ മനുഷ്യൻ ചെയ്തില്ല, ആചാരങ്ങൾക്ക് വേണ്ടി കാത്തു നിന്നില്ല. ആ കലങ്ങുന്ന കാലം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സീസൺ, അല്ലെ ആ നൊയമ്പ് കാലം, അല്ലെങ്കിൽ ആ പെരുന്നാൾ കാലം കാത്തു നിന്നില്ല. അവൻ വിശ്വാസത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. എന്നെ ആരുമില്ല സഹായിപ്പാൻ എന്ന് പറഞ്ഞ് മുഖത്തേക്ക് നോക്കുക. ഇന്ന് ആരുമില്ല എന്ന് പറഞ്ഞ് സഹായിക്കണമേ എന്നുള്ള മനസ്സോടെ ആര് നോക്കിയാലും അവിടുന്ന് രക്ഷകനായ കർത്താവ് നിങ്ങളെ വിടുവിക്കും, നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കും. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ഉറപ്പു തരാം, കർമാനുഷ്ഠാനങ്ങളില്ലാതെ, സീസൺ നോക്കി നിൽക്കാതെ, കാലഘട്ടങ്ങൾ നോക്കി നിൽക്കാതെ, സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് പരിഭവത്തോടെ മറ്റുള്ളവർ വിടുതൽ കണ്ട് വിങ്ങിയിരിക്കുന്ന പ്രിയ സ്നേഹിത, യേശു നിന്റെ അരികെ കൊണ്ട് പറയുകയാണ്, മനസ്സുണ്ടോ? നീ സുഖം പ്രാപിക്കും. ഇന്ന് നിന്റെ സൗഖ്യത്തിന്റെ ദിനമായി മാറട്ടെ. നീ ഒന്നും ചെയ്യണ്ട, വിശ്വാസത്താലാ നീതീകരണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ വിശ്വാസം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. കർത്താവ് നിന്റെ അരികിൽ നിന്ന് ചോദിക്കുക, സുഖമാകാൻ മനസ്സുണ്ടോ? അവൻ സുഖമാക്കും. ആ കർത്താവിന്റെ കരത്തിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. നീ ഒരു പ്രവൃത്തിയും ചെയ്യാതെ, നീ നടയൊന്നും ചാടിക്കോടി ഇറങ്ങണ്ട, നട കയറണ്ട, കുന്നുമലകൾ താണ്ടണ്ട, കുളത്തിൽ ഇറങ്ങണ്ട, കുളിച്ചീറനണിഞ്ഞ് വരണ്ട. സ്തോത്രം. ഒരിടത്തും പോകണ്ട, കിടക്കുന്നിടത്ത് കിടന്നുകൊണ്ട്, യേശുവേ എനിക്ക് ആരുമില്ല, എന്നെ ഒന്ന് സഹായിക്കണമേ എന്നുള്ള നിന്റെ നിലവിളിയിൽ സ്വർഗം തുറന്ന് താഴ്ന്ന ലോകത്ത് ഇറങ്ങി വന്ന എൻ്റെ സർവശക്തനായ തമ്പുരാൻ നിന്നോട് പറയും, അങ്ങനെ നടക്ക, എഴുന്നേറ്റ് നടക്ക. തളർന്നിരുന്നെടുത്തുനിന്ന്, അല്ലെങ്കിൽ അടഞ്ഞുപോയ വാതിലുകൾ തുറന്ന് നിന്നെ നടത്തും, അത്ഭുതമാക്കും. സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഭാരപ്പെടണ്ട കേട്ടോ. നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരകൻ അരികിൽ വന്നിട്ടുണ്ട്. മനസ്സുണ്ടോ എന്നുള്ള ചോദ്യം കേട്ട്, കാതുകളൊന്ന് തുറന്നതൊന്ന് കേട്ട്, കണ്ണു തുറന്നവനെ കണ്ടിട്ട്, ഹൃദയം തുറന്നൊന്ന് പറയണം, എനിക്ക് മനസ്സുണ്ട്. കർത്താവേ, ഇന്ന് യേശു നിങ്ങളെ സൗഖ്യമാക്കും. യേശു നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കും. നിങ്ങൾ ലജ്ജിക്കുവാൻ കർത്താവ് ഇടയാക്കത്തില്ല. നിങ്ങൾ പരിഹാസപാത്രമാകുവാൻ കർത്താവ് ഇടയാക്കത്തില്ല. യേശുവിന് നിങ്ങളുടെ രക്ഷ ആവശ്യമാണ്, നിങ്ങളുടെ വിടുതൽ ആവശ്യമാണ്. നിങ്ങളുടെ നാവ് കൊണ്ട് അവനെ സാക്ഷ്യപ്പെടുത്തുന്ന കേൾക്കുവാൻ കർത്താവ് ആഗ്രഹിക്കും. അപ്പോൾ നിങ്ങളുടെ നാവുകൾ ഇന്നു മുതൽ അവന്റെ സാക്ഷ്യമായി മാറാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, അവിടുത്തെ മഹത്വം കാണാം. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവായ യേശുവിന്റെ നാമത്തിൽ അരികിലേക്ക് വരുന്നു. കർത്താവെ, ഒരു കർമ്മപ്രവൃത്തിയും ചെയ്യാതെ, ഒരു കലക്കവും നോക്കി കാലം കാത്തിരിക്കാതെ, കർത്താവെ അതിനകത്ത് ഇറങ്ങി ചാടി കയറി സൗഖ്യത്തിന്റെ ആ പ്രവർത്തികളൊന്നുമില്ലാതെ, കർത്താവ് വിശ്വസിക്കുന്നവരിലേക്ക് വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ വിശ്വസിക്കുന്ന ഈ നിമിഷങ്ങളിൽ കർത്താവെ, അവർക്ക് മനസ്സുണ്ട് സുഖമാകുവാൻ അവിടുന്ന് സുഖമാക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ നിശ്ചയമായും കർത്താവിന് സമീപം, കർത്താവ് എനിക്ക് മനസ്സാണ്, നീ എന്നെ സുഖമാക്കണമേ എന്ന്
നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പറയുന്നു, ഇന്ന് ഈ പ്രഭാതം നിങ്ങളുടെ സൗഖ്യമാണ്. ഇന്ന് നിങ്ങളുടെ ഈ പ്രഭാതം വിടുതലാണ്. നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളിലെ കെട്ടുകൾ അഴിയട്ടെ. നിങ്ങൾക്ക് പൂർണ്ണ വിടുതൽ അതിലുണ്ടാകട്ടെ. ഇന്ന് കർത്താവ് എക്സാമുകൾക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വിജയിക്കുവാൻ മനസ്സുണ്ട്. പക്ഷേ ബുദ്ധിമണ്ഡലങ്ങളിൽ പലപ്പോഴും വാഴുന്ന ഇരുട്ട് ശാസിച്ചകറ്റുന്നു. ബുദ്ധി പ്രകാശിക്കട്ടെ. ഉന്നത വിജയങ്ങൾ അവർക്കുണ്ടാകട്ടെ. കർത്താവ് ദുരിത ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കായി പ്രാർത്ഥിക്കും. വിടുതലിനായി പ്രാർത്ഥിക്കും. ജോലിയില്ലാത്തവർക്കായി പ്രാർത്ഥിക്കും. പുതുവാതിലുകളും വഴികളും തുറന്ന് ജോലികൾ ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കും. പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും. കുടുംബജീവിതത്തിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. സമസ്ത വിഷയങ്ങളെയും തിരുസന്നിലേക്ക് തിരിക്കുകയാണ്. രോഗികൾ ഇന്ന് സൗഖ്യമാകട്ടെ. അങ്ങയുടെ അടിപ്പിണരെ അവർക്ക് വിടുതൽ കൊടുക്കട്ടെ. കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. പിതാവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. കർത്താവ്, ചാനൽ 1-ലെ സകല കുടുംബങ്ങളെയും അനുഗ്രഹിക്കും. തലമുറകളെ അനുഗ്രഹിക്കും. രോഗബന്ധനങ്ങളിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ വിടുതലിനായി പ്രാർത്ഥിക്കും. കർത്താവ്, ഞങ്ങളുടെ മീറ്റിങ്ങുകൾ ഏറ്റവും അനുഗ്രഹമായി തരണമേ. ഞങ്ങളുടെ സ്ട്രീറ്റ് മീറ്റിങ്ങുകൾ അനുഗ്രഹമാണ്. ഞങ്ങളുടെ സകല കൂട്ടായ്മകളും അനുഗ്രഹമാണ്. ഉള്ളങ്കരങ്ങളിലേക്ക് ഞങ്ങൾ തിരികുകയാണ്. പിതാവിന് ഞങ്ങളുടെ പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നതിനായി സ്തോത്രം. ദൈവമഹത്വം ഞങ്ങളുടെ ജീവിതത്തിലൂടെ, സൗരഭ്യം ഞങ്ങളുടെ ജീവിതത്തിലൂടെ ദേശങ്ങളിൽ വിളങ്ങട്ടെ. ആയിരങ്ങൾ വിശ്വാസത്തിൽ കടന്നു വരുവാനിടയാകട്ടെ. ഞങ്ങളുടെ ചാനൽ 1-ന്റെ കൂട്ടായ്മ കർത്താവെ വളരെ വിശാലതയാകട്ടെ. പുതിയ ആത്മാക്കൾ വന്നു ചേരട്ടെ. പുതിയ ആൾക്കാർ സ്നാനപ്പെടട്ടെ. ഈ ശനിയാഴ്ച നടക്കുന്ന സ്നാനത്തിനായി സ്തോത്രം. കർത്താവെ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ. രക്ഷയിലേക്ക് കർത്താവ് ബിന്ദു പ്രദീപിനെയും കർത്താവെ സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയനെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ആ കുടുംബത്തെ കർത്താവ് രക്ഷയിലേക്ക് നടത്തിയതിനായും കർത്താവ് അതിന് ഞങ്ങൾക്ക് കൃപ നൽകിയതിനായി സ്തോത്രം. ആ കുടുംബത്തെ കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ നൽകി അനുഗ്രഹിക്കണം. അവരെ അന്ത്യത്തോളം പരിപാലിക്കണമേ. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിനവും പുതു വ്യക്തികൾ കടന്നു വരട്ടെ, രക്ഷിക്കപ്പെടട്ടെ, സ്നാനമേൽക്കട്ടെ. പുതുതായിട്ട് ഈ ദിവസങ്ങളിൽ വിളിക്കപ്പെട്ട സകല കുടുംബങ്ങളെയും, പ്രാർത്ഥനാ വിഷയങ്ങൾ പറയപ്പെട്ട സകല പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിലെ വിടുതലുകൾക്കായി, അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവത്തിന് മുഴുവൻ മഹത്വം തരിക. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പരീക്ഷയ്ക്ക് പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ യേശുവിന്റെ നാമത്തിൽ ജയം പറഞ്ഞു പോകണം. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പോയി എക്സാം എഴുതണം. അത്ഭുത വിജയം പ്രാപിക്കണം കേട്ടോ. കർത്താവിന്റെ കൃപ കൂടിയിരിക്കും. ദൈവത്തിന് മഹത്വം. നമ്മുടെ കുടുംബത്തിലെ തലമുറകളൊക്കെ പ്രിയപ്പെട്ടവർ കുഞ്ഞുങ്ങൾക്കൊക്കെ എക്സാമുകളുണ്ട്, എനിക്കറിയാം. എല്ലാവരും ഓർക്കുന്നു. ലീന സഹോദരിയുടെ മോള് കോമള, നമ്മുടെ പ്രിയപ്പെട്ട എസ്തേർ, അതുപോലെ തന്നെ നമ്മുടെ കെസിയാസിന്റെ മക്കള്, സ്വോത്ര പോലെ തന്നെ ആൻ്റെ കുഞ്ഞുങ്ങൾ, സ്വോത്ര പോലെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ ജോഷുമോൻ ഇന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്, SLCയുടേത്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഉണ്ട്. നിങ്ങൾ പ്രിയപ്പെട്ടവരെല്ലാം പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായ വിജയമുണ്ടാകണം. ഇന്ന് പകൽ അവർ, ഇപ്പോൾ സമയം വെളുപ്പിനെയാണല്ലോ, ഇന്ന് പകൽ 10 മണിക്ക് അവരുടെ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യും. ആ 10 മണി സമയത്ത് കഴിവതും എന്നെ കാണുന്നവർ വിശ്വസ്തരായി ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ ആ സമയത്തൊന്നും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എക്സാം ഹോളുകളിലാണ്. സ്വർഗത്തിലെ ദൈവമേ, അവർക്ക് ജ്ഞാനം കൊടുക്കണമേ, ഉന്നത വിജയം കൊടുക്കണമേ, അവരുടെ കൂടെ ഇരിക്കണമേ, ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവർ ഓർമ്മയുള്ളവരെ എല്ലാം ഒന്ന് നിങ്ങൾ രാവിലെ എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്തോണം. എക്സാമുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സകല കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസും ഒന്ന് ടെക്സ്റ്റ് ചെയ്തോണം. ഇന്ന് ആ സമയത്ത് പ്രത്യേകം നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ലവ് യു എവരിവൺ. താങ്ക് യു. നമ്മുടെ വാട്സപ്പ് നമ്പർ ഐഡി കിടപ്പുണ്ട്. ടെക്സ്റ്റ് ചെയ്യണം. പ്രത്യേകം ഓർപ്പിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. നമ്മുടെ ഇതൊന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. ഒരു കമൻ്റൊക്കെ എഴുതാൻ പറ്റുമെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളൊരു കമൻ്റൊക്കെ എഴുതണം. നിങ്ങളുടെ പേരുകൾ അതിൽ നോട്ട് ചെയ്ത് സ്വതന്ത്ര പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ പറ്റും. സുഖത്തിലെ ദൈവത്തിന് മാത്രം. ലവ് യു വൺസ് അഗൈൻ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ്. ചങ്കു പിടഞ്ഞതും കൈപ്പു കുടിച്ചതും കാൽവരിയാകവും എൻ പേർക്കായി. ചങ്കു പിടഞ്ഞതും കൈപ്പു കുടിച്ചതും കാൽവരിയാകവും എൻ പേർക്കായി. കാരിരും വാണിയോ മുൾക്കിരീടമോ അല്ല, ക്രൂശിലെ നൊമ്പരം ഞാനായിരുന്നല്ലോ. കാരിരും വാണിയോ മുൾക്കിരീടമോ അല്ല, ക്രൂശിലെ നൊമ്പരം ഞാനായിരുന്നല്ലോ. ചങ്കു പിടഞ്ഞതും കൈപ്പു കുടിച്ചതും കാൽവരിയാകവും എൻ പേർക്കായി. ചങ്കു പിടഞ്ഞതും കൈപ്പു കുടിച്ചതും കാൽവരിയാകവും എൻ പേർക്കായി.
പാപിയാം നിന്നെ